സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ആവർത്തിക്കപ്പെടുന്ന ചികിത്സാ പിഴവുകളിൽ നിസ്സംഗത തുടർന്ന് ആരോഗ്യവകുപ്പ്. വീഴ്ചകളുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്ന ഉന്നതതല അന്വേഷണങ്ങൾ വെറും പ്രഹസനമാവുകയാണ്. ചികിത്സകളിൽ അശ്രദ്ധയും ഉദാസീനതയും പ്രകടമാകാത്ത വിധം കർശന നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ആവർത്തിക്കപ്പെടുകയാണ് ഈ ചികിത്സാ പിഴവുകൾ. അത് പല രീതിയിലുണ്ട്. അത് ഈ ഒരു ഓപ്പറേഷന് ശേഷം, ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നത് മുതൽ, അതായത് ഉപകരണങ്ങൾ വയറ്റിനുള്ളിൽ തന്നെ വെച്ച് തുന്നി വിടുന്ന കാഴ്ചകൾ മുതൽ ഇങ്ങോട്ട് നിരവധി ചികിത്സാ പിഴവുകൾ സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. ഇതിൽ മതിയായ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള അന്വേഷണം നടക്കുന്നില്ല എന്ന ഒരു ആരോപണവും ഉയരുന്നുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? നിഖിൽ, സംസ്ഥാനത്തെ ഈ ചികിത്സാ പിഴവുകൾ അത് തുടർക്കഥയാവുകയാണ്. കാലങ്ങളായി ഈ ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട്. ഇടത് കണ്ണിന് പകരം വലത് കണ്ണ് ശസ്ത്രക്രിയ ചെയ്യുക, നാവിന് പകരം മറ്റ് സ്ഥലങ്ങൾ ശസ്ത്രക്രിയ ചെയ്യുക, ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക വയറ്റിൽ മറന്നുവെക്കുക, ഇത്തരത്തിൽ തുടർക്കഥയായിട്ട് ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഓരോ തരത്തിലും അതിൽ ആ ചികിത്സാ പിഴവ് കാരണം മരിച്ചു ജീവിക്കുന്ന പല ആളുകളും സംസ്ഥാനത്തുണ്ട്. ഈ ചികിത്സാ പിഴവ് കാരണം മരണപ്പെട്ടവരുണ്ട്. ഇത്തരത്തിൽ പല സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കടുത്ത നിസ്സംഗതയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിൽ വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യമന്ത്രി ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അതിൽ അടിയന്തരമായി നടപടി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അപ്പോൾ അത്തരത്തിൽ നടപടി ഉണ്ടാകും എന്ന് പറയുന്നതല്ലാതെ പിന്നീട് മറ്റു വാർത്തകൾ വരുന്നു. ആ വാർത്ത നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇതിൽ എന്ത് നടപടിയായി എന്നുള്ളത് ചോദിച്ചാൽ ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും വെളിച്ചം കണ്ടിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അന്വേഷണം പ്രഖ്യാപിക്കും, ആ സമിതിയിലുള്ള അംഗങ്ങളെയൊക്കെ തീരുമാനിക്കും. പക്ഷേ പിന്നീട് റിപ്പോർട്ട് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന്മേൽ കർശന നടപടി സ്വീകരിക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല. ചില കേസുകളിലെങ്കിലും ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ച ആളുകളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയാറുണ്ട്. പക്ഷേ വളരെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ വീണ്ടും അതേ ജോലിയിൽ അവർ തിരിച്ചെത്താറുണ്ട്. ഒരു പരിധിക്കപ്പുറം ഇത്തരത്തിൽ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ നഴ്സുമാർക്കെതിരെയോ നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരന്തരം ഇത്തരത്തിലുള്ള വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിൽ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ കർശനമായിട്ടുള്ള നടപടി, അതായത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ കൃത്യമായി അന്വേഷണം നടത്തുകയും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയുമാണ് വേണ്ടത്. അത്തരത്തിലുള്ള കർശനമായ നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അത് അവസാനിപ്പിക്കാൻ, ചികിത്സാ പിഴവുകൾ അത് അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും ഈ ഒരു നിസ്സംഗത തന്നെയാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഇതേ രീതിയിൽ ആവർത്തിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ഇതിൽ ഒരു അടിയന്തരമായൊരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് വേണം എന്നുള്ളതാണ് ഉയരുന്ന ഒരു ആവശ്യം. ഈ ഡോക്ടർമാരൊക്കെ തന്നെ അവരുടെ സ്വാധീനം കൊണ്ട് ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷം അവരുടെ പാർട്ടി സ്വാധീനമോ അല്ലെങ്കിൽ സർക്കാരിനെ സ്വാധീനിക്കുകയോ ചെയ്യുന്നതിലൂടെ വീണ്ടും അവരെ അതേ ജോലിയിൽ തന്നെ തിരിച്ചെടുക്കുന്നതാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ വഴി നഷ്ടപ്പെടുന്നത് നിരവധി ജീവനുകളാണ്, അല്ലെങ്കിൽ മരിച്ച് ജീവിക്കേണ്ടി വരുന്നത് നിരവധി ആളുകൾക്കാണ്. ഈ സംഭവങ്ങൾ ഇതേ രീതിയിൽ ആവർത്തിക്കുമ്പോൾ അതിലൊരു കർശനമായിട്ടൊരു ഇടപെടലും അടിയന്തരമായൊരു നടപടിയുമാണ് ആവശ്യമായിട്ടുള്ളത്. ശരി രശ്മി, സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ആവർത്തിക്കപ്പെടുന്ന ചികിത്സാ പിഴവുകളിൽ നിസ്സംഗത തുടരുകയാണ്. ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്ന ഉന്നതതല അന്വേഷണങ്ങൾ വെറും പ്രഹസനമായി മാറുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.